ഗൾഫ് നാടുകളിലെ സംഭവവികാസങ്ങളെക്കുറിച്ച് അനാവശ്യമായ പ്രചാരണങ്ങൾ നടത്തരുതെന്ന് എം.എ. യൂസഫ് അലി പറഞ്ഞു. മാധ്യമങ്ങളെ സർക്കാർ വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ മലയാള മാധ്യമങ്ങൾ അഗ്രസീവ് ആകുന്നതിനെക്കുറിച്ച് UAE ഗവൺമെൻറ് അധികൃതർ ആരാഞ്ഞിരുന്നുവെന്നും എം.എ. യൂസഫ് അലി പറഞ്ഞു. നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ വിലക്കുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും എം.എ. യൂസഫ് അലിയുടെ മുന്നറിയിപ്പ്. ഇല്ലാത്ത കാര്യമുണ്ടാക്കി പാനിക്കാക്കാണ്ടിരിക്കുക, അങ്ങനെ ഒന്നും ഈ ഗൾഫിലില്ല. ഈ സമയത്ത് ആവശ്യമില്ലാത്ത ഗോസിപ്പ്, ആവശ്യമില്ലാത്ത AI സൃഷ്ടി, റൂമേഴ്സ് ഇവിടെ ഇങ്ങനെ ടെലികാസ്റ്റും ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ. പ്രത്യേകിച്ച് മലയാളം മീഡിയ വളരെ അഗ്രസീവാണെന്നിപ്പോൾ ഇന്ന് കാലത്ത് ഞങ്ങൾ ഒരു മീറ്റിങ്ങിൽ വെച്ചൊരു ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പറയും, വൈ ഓൺലി മലയാളം മീഡിയ ഈസ് അഗ്രസീവ്. ഒരുപാട് ആവശ്യമില്ലാത്ത ന്യൂസുകൾ വാട്സപ്പിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും അതുപോലെയുള്ള മീഡിയകളിലൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് അത് പിടിക്കപ്പെട്ടാൽ അത് റിപ്പോർട്ട് ചെയ്തവനെ തൊട്ട് ആ മീഡിയ തന്നെ അവർ ബാൻ ചെയ്യും. ബിക്കോസ് ദേ ആർ വെരി സ്ട്രോങ്. യൂസഫ് അലി സംസാരിക്കുകയായിരുന്നു. സ്പെക്കുലേഷൻ അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ മലയാള മാധ്യമങ്ങളിൽ വരാൻ പാടില്ല, വന്നാൽ അതിൽ ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിലക്ക് ഉൾപ്പെടെ ഉണ്ടായി എന്ന് വരും. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയും മുൻകരുതലും ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് എം.എ. യൂസഫ് അലിയുടെ അഭ്യർത്ഥന. ഈ വിവരത്തെക്കുറിച്ച് കൂടുതൽ പറയാനായി നമുക്കൊപ്പം മുഹമ്മദ് റഗീസ് ദുബായിൽ നിന്ന് ചേരുന്നുണ്ട് ടെലിഫോണിൽ. റഗീസ്, യഥാർത്ഥത്തിൽ സർക്കാരിന് അങ്ങനെ എന്തെങ്കിലും പരാതിയുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ മലയാളി പ്രവാസികൾ ഒരുപാട് അധിവസിക്കുന്ന UAE-യിൽ മലയാള മാധ്യമങ്ങൾ അതിൽ കിടക്കുന്നു, അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങൾ മലയാളത്തിൽ കാര്യമായിട്ടുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നു എന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും പരാതികൾ സർക്കാർ ലഭിച്ചിട്ടുണ്ടോ? സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും കേട്ടറിവുണ്ടോ? SK, നിലവിൽ അത്തരത്തിലുള്ള പരാതികൾ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് സോഷ്യൽ മീഡിയകളിൽ തന്നെ ചില മലയാള മാധ്യമങ്ങൾ നടത്തിയ, ചില ആങ്കർമാർ നടത്തിയ ചില പരാമർശങ്ങളൊക്കെയും വലിയ ട്രോളുകളായിട്ടൊക്കെ വരുന്നുണ്ട്. അത് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട്. ഏറ്റവും അധികം റീലുകൾ വരുന്നത് ആ പശ്ചാത്തലം വെച്ചിട്ടാണ്, ആ സംസാരങ്ങൾ വെച്ചിട്ട്, ആ റിപ്പോർട്ടിംഗ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പൊതുവെ മലയാള മാധ്യമങ്ങൾക്ക് രണ്ടാം ദിവസം തന്നെ, ഈ യുദ്ധം ആരംഭിച്ച് രണ്ടാം ദിവസം തന്നെ വാർണിംഗ് ലഭിച്ചതാണ്. അത് എല്ലാ മാധ്യമങ്ങൾക്കും ലഭിച്ചതിന്റെ കൂട്ടത്തിൽ കൃത്യമായി മലയാള മാധ്യമങ്ങളെയും അത് അറിയിച്ചതാണ്. അത് അഗ്രസീവ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് മലയാള മാധ്യമങ്ങൾ നടത്തുന്നു എന്നാണ്. അതിന് എം.എ. യൂസഫ് അലി അവർക്ക് മറുപടി നൽകി. കാരണം കൂടുതൽ മലയാളികൾ സ്വാഭാവികമായിട്ടും ഗൾഫ് നാടുകളിൽ ഉണ്ടായതുകൊണ്ടാണ് കൂടുതൽ അവരുടെ വിഷയങ്ങൾ പറയാനായി ഇത്തരത്തിൽ സമയം ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഈ ചില ചിത്രങ്ങളൊക്കെയും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഈ UAE മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ നിലപാട് അംഗീകരിച്ച 2-3 മാധ്യമങ്ങളിൽ വരുന്ന ഔദ്യോഗിക വാർത്തകൾ, സർക്കാർ സൈറ്റിൽ വരുന്ന വാർത്തകൾ, ഇത് മാത്രമാണ് നൽകേണ്ടത്. മാത്രമല്ല ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വിവരങ്ങളുണ്ട്. കാരണം ആകാശത്ത് വെച്ച് ഒരു മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ ഡിഫ്യൂസ് ചെയ്യപ്പെട്ടാൽ അത് താഴെ വന്നുണ്ടാകുന്ന സ്ഫോടനം പോലെ തെറ്റിദ്ധരിച്ച് അത്ര ഊതിപ്പെരുപ്പിച്ച് വാർത്തകൾ കൊടുക്കുന്നു. ഒപ്പം തന്നെ പല സ്ഥലങ്ങളും അടച്ചു എന്നുള്ള രീതിയിൽ വാർത്തകൾ കൊടുക്കുന്നു. അങ്ങനെ മലയാളം മാധ്യമങ്ങൾ അഗ്രസീവായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും കുറഞ്ഞത് 2 ലക്ഷം ദിർഹം പിഴയും ഒപ്പം തന്നെ ജയിൽവാസവും അനുഭവിക്കേണ്ടി വരും. ഒപ്പം ആ മാധ്യമത്തിനെ പൂർണ്ണമായിട്ടും ഗൾഫ് മേഖലയിൽ നിന്ന് ബാൻ ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കും എന്നുള്ളതടക്കമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. എന്തായാലും ഔദ്യോഗിക സോഴ്സുകളിൽ നിന്ന് മാത്രം, ഒപ്പം തന്നെ പുറത്തു വരുന്ന വിഷ്വലുകൾ, നിർബന്ധമായും പുറത്തു വരുന്ന വിഷ്വലുകൾ അത് ഔദ്യോഗിക സൈറ്റുകളിൽ പോസ്റ്റ് ചെയ്ത വിഷ്വലുകൾ മാത്രമാകണം എന്നതടക്കമുള്ള വിവരങ്ങളാണ് നിലവിൽ UAE സർക്കാർ നൽകുന്നത്. എന്തായാലും ആകെ ഒരു ജാഗ്രതാ നിർദ്ദേശം എന്നുള്ള നിലയ്ക്ക് ഇന്ന് കൂടുതൽ അത് കടുപ്പിച്ചു പറഞ്ഞ് നിർദ്ദേശങ്ങൾ അയച്ചു തരിക കൂടി ചെയ്തിട്ടുണ്ട്. SK, ഓക്കെ, ആ നിർദ്ദേശത്തിൽ പ്രധാനമായും പറയുന്നത് ഈ സ്പെക്കുലേറ്റീവ് റിപ്പോർട്ടുകൾ ഒഴിവാക്കണം എന്നാണോ, അതോ അംഗീകരിച്ച ചിത്രങ്ങളും വാർത്തകളും മാത്രമേ സംപ്രേഷണം ചെയ്യാൻ പാടുള്ളൂ എന്നാണോ? SK, തീർച്ചയായിട്ടും ഈ നിരവധി സൈറ്റുകളുണ്ട്. പ്രതിരോധ വകുപ്പിന്റെ സൈറ്റ്, ആഭ്യന്തര വകുപ്പിന്റെ സൈറ്റ്, ഒപ്പം തന്നെ ഒരു UAE മീഡിയ സൈറ്റ്, അങ്ങനെ ഒരു 5-6 സൈറ്റുകൾ കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ എടുക്കാൻ മുൻപ് തന്നെ UAE-യിൽ ഉണ്ട്. അത് മറ്റെവിടെയും കാണുന്ന റൂമറുകൾ എടുത്ത് വാർത്തയാക്കരുത് എന്നുള്ളത് ഈ ഒരു സംഘർഷത്തിന്റെ സമയത്ത് പുതുതായി വരുന്ന ഒരു കാര്യമല്ല, മറിച്ച് അതിന് മുൻപ് തന്നെ ഉള്ള ഒരു നിയമമാണ്. അത്തരത്തിൽ അത് ലംഘിക്കപ്പെടുന്നത് വലിയ കുറ്റമാണ്. പ്രത്യേകിച്ച് യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അത് തെറ്റിദ്ധരിച്ച്
കേന്ദ്രീകരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ 5-6 സൈറ്റുകളിൽ വരുന്ന വാർത്തകൾ, ഒപ്പം തന്നെ അംഗീകരിച്ച മീഡിയകൾ, ഈ UAE അംഗീകരിച്ച മീഡിയകൾ, അത് ഏതെങ്കിലും തരത്തിൽ വേറെ പ്രൊപ്പഗണ്ട പ്രൊമോട്ട് ചെയ്യാത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങളായി UAE കണക്കാക്കുന്ന മാധ്യമങ്ങൾ, അതിൽ വരുന്ന വാർത്തകൾ മാത്രം നൽകണം എന്നുള്ളത് കൃത്യമായി അറിയിച്ചിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് വ്യക്തികളും സോഷ്യൽ മീഡിയയിൽ അവരുടെ അക്കൗണ്ടുകളിൽ ഈ തരത്തിൽ ദൃശ്യങ്ങൾ ഷെയർ ചെയ്യരുത്, അല്ലെങ്കിൽ വിവരങ്ങൾ ഷെയർ ചെയ്യരുത്. പ്രത്യേകിച്ച് ഈ രാവിലെയൊക്കെയും സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കും. അത് ആകാശത്തുണ്ടാകുന്ന സ്ഫോടനമാണ്. പക്ഷെ രാവിലെ ആകുമ്പോഴേക്കും അത് സോഷ്യൽ മീഡിയയിൽ ഉടനീളം ഇവിടെ ഇത്ര തവണ ശബ്ദം കേട്ടു, അടുത്ത ഇടത്ത് ഇത്ര തവണ ശബ്ദം കേട്ടു എന്നുള്ള രീതിയിൽ ആളുകൾ തന്നെ അവരുടെ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ വൈകിട്ട് ആ കണക്കുകൾ വരുമ്പോൾ അത് ആ തരത്തിലല്ല UAE ആ കണക്കുകളെ പ്രസന്റ് ചെയ്യുന്നത്. അത് തമ്മിൽ വലിയ അന്തരമുണ്ട്. ഒപ്പം തന്നെ പല മേഖലകളിലേക്കും ആളുകൾ പോകാൻ മടിക്കുന്ന രീതിയിൽ പോലും വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഗൾഫിൽ ആകെ സംഘർഷാവസ്ഥയാണ്, ജനജീവിതം നടക്കുന്നില്ല എന്ന തരത്തിൽ പല മാധ്യമങ്ങളും മണിക്കൂറുകൾ പോലും മെൻഷൻ ചെയ്തുകൊണ്ട് അത്തരത്തിൽ വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഇത്ര സമയത്തേക്ക് ഇവിടെ അടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ നൽകുന്ന സാഹചര്യമുണ്ടായി. അത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഔദ്യോഗിക വിവരങ്ങൾ, ഔദ്യോഗികമായി അറിയിക്കുന്ന വാർത്താക്കുറിപ്പുകൾ, അതിനപ്പുറത്തേക്ക് ഷെയർ ചെയ്യപ്പെടുന്ന ചിത്രങ്ങൾ, അത് UAE പ്രധാനമായിട്ടും ഗൾഫ് മേഖലയിൽ മൊത്തത്തിലും എന്ന രീതിയിലാണ് ഓരോ എമിറേറ്റുകളും ഇന്ന് ഇത് കൂടുതലായി പുറത്തേക്ക് വിടുന്നുമുണ്ട്. ഈ ഓരോ എമിറേറ്റുകളുടെയും ശിക്ഷാവിധി അടക്കം പറഞ്ഞുകൊണ്ട് അവർ അതിന്റെ സർക്കുലർ പുറത്തോട്ട് വിടുകയാണ്. എന്തായാലും ഉത്തരവാദിത്തത്തോടു കൂടി വാർത്തകൾ കൈകാര്യം ചെയ്യണമെന്നാണ് ഇവർ അറിയിക്കുന്നത്. SKM. ഓക്കെ, താങ്ക് യു. മുഹമ്മദ് റയീസാണ് ദുബായിൽ നിന്നും ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. എന്തായാലും അസാധാരണമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് ഒരു യുദ്ധകാലത്തൊക്കെ നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടി വരും, ആത്മനിയന്ത്രണം പാലിക്കേണ്ട ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. ഗൾഫ് നാടുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നൽകുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ആത്മനിയന്ത്രണം പാലിക്കട്ടെ. അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഭാവനാപൂർണ്ണമായ കഥകൾ എഴുതി നമുക്ക് തന്നെ അവിടെ പ്രശ്നമുണ്ടാക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ എന്തും എഴുതി പിടിപ്പിക്കാം എന്ന് പറയുന്നൊരു സാഹചര്യം നിലനിൽക്കുന്ന പോലെ ഗൾഫ് നാടുകളിലെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അതൊക്കെ ക്ഷണിച്ചു വരുത്തും എന്ന കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.